ഏയ് നീ ഇങ്ങനെ ഒരു കൊല്ലത്തെ അവളെ പുറകെ നടന്നിട്ട് വൺ സൈഡ് ലവ് എന്ന് പറഞ്ഞ ആൾക്കാർ നിന്റെ അടുത്ത് നിനക്ക് അവളോട് പറഞ്ഞൂടെ? പിന്നീട് ഞാൻ അവളോട് എന്റെ ഇഷ്ടം പറഞ്ഞല്ലോ. അവൾ എന്നോട് ഒന്നും പറഞ്ഞതൊന്നുമില്ല. ഏ അവളെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവൂല നിന്നോട്? അതിന് ഞാൻ അവളോട് വാട്സപ്പ് പിക്ചർ നോക്കിയാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഈ പ്രേമം നിന്നെ കൊണ്ടൊന്നും പറ്റില്ല, അതൊക്കെ ഞാനാവണ്ടി. പിന്നെ പറയണ അത്രക്കും നല്ല ആളല്ലേ നീ? റനന്റെ പുറകെ നടന്നിട്ട് അവളോട് പറയേണ്ട പകരം അവളോട് ആങ്ങളമാരോട് പറഞ്ഞു അടി വാങ്ങിയവനല്ലേ നീ. അവളോട് ആങ്ങളമാരൊക്കെ നല്ല അടി വാങ്ങി എല്ലൊക്കെ പൊട്ടി ആശുപത്രിയിൽ കടന്നില്ല. എന്നിട്ട് അവൾ ആങ്ങളമാളെന്ന് വന്നിട്ട് എന്നെ തല്ലിയിട്ടില്ല, ഞാൻ ബൈക്കിൽ നിന്ന് വീണതാണ്. ബൈക്കേന്ന് പിന്നെ ഒന്നോ രണ്ടോ അല്ലേ പൊട്ടുള്ളൂ. ഇത് ശരീരത്തെ നീവല്ലും ബൈക്കിൽ നിന്ന് വീണാ പൊട്ടൂല. ഞാനൊരിക്കൽ നടന്നു പോകുമ്പോ അവളും കിട്ടി നടന്നു വീണിട്ട് എന്നിട്ട് ഞാൻ അവളെ അടുത്തേക്ക് ചെന്നിട്ട് ഞാനൊരു കാര്യം ചോദിച്ചു. ഡേയ് നീ എന്താ ചോദിച്ചത്? മൊത്തം എത്രയായിരുന്നത് അത്? നിന്നെ കണ്ടല്ലോ ചെരുപ്പ് പൂജ അടിക്കാണ് വേണ്ടത്. എന്നെന്തിനാണ് ചെരുപ്പ് പൂജ അടിക്കേണ്ടത്? അത്രയും നല്ല ചാൻസ് ഇട്ട് നീ നിന്റെ ഇഷ്ടം അവളോട് നീ പറഞ്ഞില്ലല്ലോ. ഓ എന്നാ നാളെ പോയി ഞാൻ എന്റെ ഇഷ്ടം ഞാൻ അവളോട് പറയും. നീ വെറുതെ പുളു അടിക്കണ്ട. അല്ല ഞാൻ കാര്യത്തിൽ തന്നെയാണ് പറഞ്ഞത്. എന്നാ ഇന്ന് കാക്ക മലന്ന് പറക്കും. അവളെ മുതൽ കാക്ക മലന്ന് തന്നെ പറക്കും. ഏയ് അവളോട് ഇഷ്ടം പറഞ്ഞോ? അപ്പൊ തെറ്റായില്ലേ? ചെലവ് വേണട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവളെ വിളിച്ചു. അപ്പോൾ രജിസ്റ്റർ ഓഫീസിലാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അങ്ങോട്ട് ചെന്നതിന്റെ ഇഷ്ടം പറയാൻ. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത് അവളുടെ കല്യാണമായിരുന്നു. നിനക്ക് അങ്ങനെ തന്നെ പറയണം. ശവത്തെ കുത്താതടാ പട്ടി. കുത്തോളാ ഞാൻ ശവത്തെ തന്നെ കുത്തും. എന്നാ നീ കുത്തിക്കോ. നീ വയസ്സായി മൂത്ത് നരച്ച് മൂക്കില് പല്ല് വന്നാൽ പോലും നിനക്ക് ഇനി ഒരിക്കൽ പെണ്ണ് കിട്ടില്ല. ഞാൻ